കുംഫു എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ആരെയായിരിക്കും? മിക്കവാറും ആളുകൾ ഓർക്കുന്നത് ബ്രൂസ്ലിയെ ആയിരിക്കും. ബ്രൂസ്ലി സിനിമകൾ കണ്ടില്ലെങ്കിൽ പോലും ബ്രൂസ്ലിയെ അറിയാത്തവരും കുറവായിരിക്കും. എന്നാൽ ഇത്രയും ഫേമസ് ആയ ബ്രൂസ്ലി ഹീറോ ആയി വെറും 4 സിനിമകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നറിഞ്ഞാലോ? വലത്തെ കാലിന് ഇടത്തെ കാലിനേക്കാൾ 1 ഇഞ്ച് നീളം കുറവുള്ള, ദൂരക്കാഴ്ചയില്ലാത്തതിനാൽ സ്ഥിരമായി ലെൻസ് ഉപയോഗിക്കേണ്ടി വന്നിരുന്ന മനുഷ്യനാണ് കുംഫുവിലെ അസാമാന്യ പ്രകടനത്തിലൂടെ യുവാക്കളുടെ ആരാധനയ്ക്ക് പാത്രമായതെന്ന് പറഞ്ഞാലോ? അമേരിക്കക്കാരനല്ലാത്തൊരാൾ മുറി ഇംഗ്ലീഷും കൊണ്ടുവന്ന് ഹോളിവുഡ് തന്നെ കീഴടക്കിയ അവിശ്വസനീയമായ കഥയാണ് ബ്രൂസ്ലിയുടേത്. 1940 നവംബർ 27-ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ചൈന ടൗണിലെ ജാക്സൺ ആശുപത്രിയിലാണ് ബ്രൂസ്ലി ജനിക്കുന്നത്. ഹോങ്കോങ്ങിലെ ഒരു നാടക കമ്പനിയിൽ ഹാസ്യ നടനായ ലീ ഗോയ് ചുന്നിൻ്റെയും ഗ്രേസിൻ്റെയും 3ാമത്തെ മകനായായിരുന്നു ലീയുടെ ജനനം. ലീ എന്ന കുടുംബപ്പേര് കൂട്ടിച്ചേർത്ത് ലീ ജുൻ ഫാൻ എന്നാണ് അവർ ആ കുഞ്ഞിനെ ആദ്യം വിളിച്ചത്. എന്നാൽ ആശുപത്രിയിലെ ഡോക്ടറായ മേരി ഗ്ലോവർ ജനന സർട്ടിഫിക്കറ്റിൽ എഴുതി ചേർത്ത പേര് ബ്രൂസ് എന്നായിരുന്നു. അങ്ങനെ അവൻ ബ്രൂസ്ലിയായി. ഒരു നടൻ്റെ മകനായതിനാൽ കുഞ്ഞു ലീയുടെ കുട്ടിക്കാലമെല്ലാം സ്റ്റുഡിയോ വെളിച്ചവും ബഹളങ്ങളുമുള്ള സെറ്റുകളിലായിരുന്നു. 1-ാം വയസ്സിൽ തന്നെ ബ്രൂസ്ലി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 1941 സാൻ ഫ്രാൻസിസ്കോയിൽ നിർമ്മിച്ച കാൻഡനീസ് ഭാഷയിലെ ഹോങ്കോങ് ചിത്രമായ ഗോൾഡൻ ഗേറ്റ് ആയിരുന്നു ആ ചിത്രം. ആ വർഷം തന്നെ ലീ കുടുംബം ഹോങ്കോങ്ങിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒട്ടും അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ബ്രൂസ്ലി. സ്കൂളിൽ പോകാതെ കളിച്ചും തല്ലുപിടിച്ചും നടക്കുന്ന ലീയെ കൊണ്ട് അമ്മ പൊറുതിമുട്ടി തുടങ്ങിയിരുന്നു. സ്ഥിരമായി തെരുവിൽ അടിയുണ്ടാക്കാറുള്ള അവനെ സ്വന്തം സഹോദരിയാണ് ലിറ്റിൽ ഡ്രാഗൺ എന്ന് വിളിച്ചു തുടങ്ങിയത്. പിന്നീട് ഏഷ്യ മുഴുവനും അദ്ദേഹം അറിയപ്പെട്ടത് ഈ പേരിലാണ്. ഇത്തരം അടിപിടികളിൽ ജയിക്കാനായാണ് ലീ കുംഫു പഠിക്കാൻ തുടങ്ങിയത്. യിപ് മാൻ എന്ന ആളായിരുന്നു ലീയുടെ ഗുരു. കുംഫു വളരെ പെട്ടെന്ന് പഠിച്ചെടുത്ത അവൻ പഠനം കഴിഞ്ഞാലും പഠിപ്പിക്കുന്നത് നോക്കിയിരിക്കുമായിരുന്നു. അധികം വൈകാതെ തന്നെക്കാൾ മുതിർന്നവരെ പോലും അവൻ കുംഫുവിൽ തോൽപ്പിക്കാൻ തുടങ്ങി. തെരുവിലെ അടിപിടികളിൽ എന്നും ജയിക്കണമെന്ന വാശിയായിരുന്നു ലീക്ക്. ഇങ്ങനെ പോയാൽ അവൻ്റെ ഭാവി ജയിലിലാകുമെന്ന് അമ്മ ഭയന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ അവരെ നിർബന്ധിച്ച് അമേരിക്കയ്ക്ക് പറഞ്ഞയച്ചു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ബ്രൂസ്ലി അമേരിക്കയിലേക്ക് വിമാനം കയറി. സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു കുടുംബ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച ബ്രൂസ്ലി വാഷിംഗ്ടൺ സർവകലാശാലയിൽ തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി. ഒപ്പം പാർട്ട് ടൈമായി ഒരു ഹോട്ടലിൽ വെയിറ്ററായും ജോലി ചെയ്തു. അക്കാലത്ത് യൂണിവേഴ്സിറ്റിയിലെ സഹപാഠികളെ കുംഫു പഠിപ്പിക്കാൻ തുടങ്ങിയ ബ്രൂസ്ലി അതിൽ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തി പുതുമകൾ അവതരിപ്പിച്ചു. അങ്ങനെ ജീത് കുനേഡോ എന്ന ഒരു പുതിയ തരത്തിലുള്ള പോരാട്ട രീതി ഉണ്ടാക്കി. ഇത് പഠിക്കാൻ കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങിയതോടെ കാർ ഷെഡിൽ നടത്തിയ ക്ലാസ് ഒരു കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വന്നു. ജുൻ ഫാൻ ജുങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു ഈ പരിശീലന ക്ലാസിൻ്റെ പേര്. അക്കാലത്ത് തന്നെയാണ് അമേരിക്കയിൽ ജനിച്ച ലിൻഡ എമറിയുമായി ബ്രൂസ്ലി പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. ലീ ലിൻഡ ദമ്പതിമാർക്ക് 2 മക്കളായിരുന്നു, ബ്രണ്ടൻ ലീയും ഷാനൻ ലീയും. പിൽക്കാലത്ത് അഭിനേതാവെന്ന നിലയിൽ പ്രശസ്തനായ ബ്രണ്ടൻ ലീ 1993 ദ ക്രോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അബദ്ധത്തിൽ വെടിയേറ്റാണ് മരിച്ചത്. മകൾ ഷാനൻ ലീ 1990കളിലെ ചില ചലച്ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ TV പരമ്പരകൾ നിർമ്മിച്ചിരുന്ന വില്യം ഡോസിയർ തൻ്റെ പുതിയ പരമ്പരയിലേക്ക് ഒരു നടനെ തപ്പി നടക്കുകയായിരുന്നു. 1964 ലോങ് ബീച്ച് കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ ലീയുടെ മാസ്മരിക പ്രകടനം കണ്ടതോടെ അയാൾ അന്വേഷണം അവസാനിപ്പിച്ച് ബ്രൂസ്ലിയെ പരമ്പരയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചു. ABC ആക്ഷൻ സീരീസിൽപ്പെട്ട ഗ്രീൻ ഹോർണറ്റ് എന്ന പരമ്പരയിലെ കാറ്റോ എന്ന കഥാപാത്രമാകാനായിരുന്നു ക്ഷണം. 1965 ചിത്രീകരിച്ച പരമ്പര 1966-67 കാലഘട്ടത്തിൽ 26 ഭാഗമായാണ് സംപ്രേഷണം ചെയ്തത്. ഇതിലെ ബ്രൂസ്ലിയുടെ പ്രകടനം കണ്ട പ്രേക്ഷകർ അത്ഭുതപ്പെട്ടു. പിന്നീട് ലീ ഇതേ പേരിൽ തന്നെ ബാറ്റ്മാൻ എന്ന പരമ്പരയിലും ചില TV ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു. കുംഫുവിൻ്റെ വേഗവും ഭംഗിയും ചടുലതയും കണ്ട പ്രേക്ഷകർ ബ്രൂസ്ലിയുടെ ആരാധകരായി.
അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ ടി വിയിലും റേഡിയോയിലുമൊക്കെ നിരന്തരം വരാൻ തുടങ്ങി. കുംഫു ലോകമറിയുന്ന ആയോധന കലയാകണമെന്ന് ബ്രൂസ്ലി ആഗ്രഹിച്ചിരുന്നു. അതിന് ഏറ്റവും നല്ല മാധ്യമം സിനിമയാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഒരു ചൈനക്കാരൻ നടനു വേണ്ടി പണം മുടക്കാൻ ഹോളിവുഡ് മടിച്ചു. 1969 മാർലോവ് എന്നൊരു കുറ്റാന്വേഷണ സിനിമയിൽ തരക്കേടില്ലാത്ത വേഷം ലീക്ക് കിട്ടി. അതിൻ്റെ തിരക്കഥാകൃത്തിനെ കൊണ്ട് കഥയെഴുതിച്ച് ഒരു ചിത്രം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എങ്കിലും അയാൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒടുവിൽ ഒരു TV ഷോയിൽ ലീ 5 മരക്കട്ടകൾ ഒന്നിച്ചടിച്ച് തകർക്കുന്നത് കണ്ട ഹോങ്കോങ്ങിലെ ഒരു നിർമ്മാതാവായ റെയ്മൺ ചോ ബ്രൂസ്ലിക്ക് വേണ്ടി പടം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നു. അങ്ങനെ 1971 തായ്ലാൻഡിൽ ലീ നായകനായ ആദ്യ ചിത്രം ബിഗ് ബോസ് ചിത്രീകരിക്കപ്പെട്ടു. പടത്തിലെ സംഘട്ടന രംഗങ്ങൾക്ക് ബ്രൂസ്ലി തന്നെയാണ് മേൽനോട്ടം വഹിച്ചത്. 1971 ഒക്ടോബറിൽ ഹോങ്കോങ്ങിൽ ബിഗ് ബോസിൻ്റെ ആദ്യ ഷോ പ്രദർശനത്തിനെത്തി. നല്ല ടെൻഷനോടെയായിരുന്നു ബ്രൂസ്ലി സിനിമ കാണാനെത്തിയത്. സിനിമ എങ്ങാനും മോശമായാലോ എന്ന ആശങ്ക അയാൾക്കുണ്ടായിരുന്നു. സിനിമ അവസാനിച്ചപ്പോൾ തിയേറ്ററിൽ ഒരാഘോഷത്തിൻ്റെ പ്രതീതിയായിരുന്നു. ചിത്രം സൂപ്പർ ഹിറ്റായി. ഹോങ്കോങ്ങിൽ ഈ പടം 875 തവണയാണ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്. തൊട്ടു പിന്നാലെ വന്ന ഫിസ്റ്റ് ഓഫ് ഫ്യൂരിയും അതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു. സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് മുന്നിൽ ഗതാഗതക്കുരുക്ക് പതിവായതോടെ ചിത്രം പിൻവലിക്കേണ്ട അവസ്ഥ വരെയുണ്ടായി. ഇതോടെ വൻ താരമായി വളർന്ന ബ്രൂസ്ലിയുടെ ഡേറ്റിന് വേണ്ടി നിർമ്മാതാക്കൾ കാത്തുനിന്നു. എന്നാൽ ലീ സ്വന്തമായി ഒരു ചലച്ചിത്ര കമ്പനി ആരംഭിച്ചു. 1972 ഡിസംബറിൽ മൂന്നാമത്തെ ചിത്രമായ വേ ഓഫ് ഡ്രാഗൺ പുറത്തുവന്നു. ആദ്യമായി ഹോങ്കോങ്ങുകാർ യൂറോപ്പിൽ പൂർണ്ണമായി ചിത്രീകരിച്ച സിനിമയാണിത്. ബ്രൂസ്ലി തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും. ലീയും റെയ്മൺ ജോയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. റോമിലും ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയിലുമായിരുന്നു ചിത്രീകരണം. അമേരിക്കൻ ആയോധന കലയറിയാവുന്ന നടൻ ചക്ക് നോറിസ് പ്രധാന വില്ലൻ വേഷത്തിൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചു. അല്പം കോമഡി കൂടിയുള്ള സിനിമയായിരുന്നു ഇത്. ബ്രൂസ്ലിയുടെ ഏറ്റവും നല്ല ഫൈറ്റ് സീനുകളുള്ള ചിത്രം കൂടിയാണിത്. ആയോധന കലയെക്കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ സിനിമയായ എൻ്റർ ദി ഡ്രാഗണാണ് നാലാമതായി പുറത്തു വന്നത്. മുടക്കിയ മൂലധനത്തിൻ്റെ 400 ഇരട്ടി തിരിച്ചു കിട്ടിയ അപൂർവ ഹോളിവുഡ് ചിത്രമായിരുന്നു ഇത്. ഗോൾഡൻ ഹാർവസ്റ്റ് വാർണർ ബ്രദേഴ്സിൻ്റെ ആദ്യ ചിത്രമായ എൻ്റർ ദി ഡ്രാഗൺ ബ്രൂസ്ലിയുടെ ഏറ്റവും മികച്ച ചിത്രമായിരുന്നു. ഹോളിവുഡിലെ പ്രശസ്ത നടൻ ജോൺ സാക്സൺ, അമേരിക്കൻ കരാട്ടെ ചാമ്പ്യനായ ജിം കെല്ലി എന്നിവരായിരുന്നു മറ്റു താരങ്ങൾ. ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചാണ് എൻ്റർ ദി ഡ്രാഗൺ പൂർത്തിയാക്കിയത്. തുടർച്ചയായ കഠിനാധ്വാനം അയാളുടെ ആരോഗ്യം തകർത്തിരുന്നു. സംഘടന രംഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നടുവേദന ലീയെ അലട്ടിയിരുന്നു. 1973 മെയ് 10 ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയിൽ ഡബ്ബിങ്ങിനിടയിൽ ബ്രൂസ്ലി പെട്ടെന്ന് ബോധരഹിതനായി നിലംപതിച്ചു. ആശുപത്രിയിലെ പരിശോധനയിൽ തലച്ചോറിൽ നീർക്കെട്ടുണ്ടെന്ന് കണ്ടെത്തി. ചികിത്സ കൊണ്ട് താൽക്കാലിക ആശ്വാസമുണ്ടായെങ്കിലും ആരോഗ്യം പൂർണ്ണമായും തിരിച്ചു കിട്ടിയിരുന്നില്ല. എങ്കിലും തിരികെ ലോസ് ആഞ്ചലസിലെത്തി എൻ്റർ ദി ഡ്രാഗൻ്റെ അവസാന ഡയലോഗും ലീ ഡബ്ബ് ചെയ്ത് പൂർത്തിയാക്കി. ഗെയിം ഓഫ് ഡെത്ത് എന്ന ബ്രൂസ്ലി തന്നെ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ പണിപ്പുരയിലായിരിക്കുന്ന സമയത്താണ് നിലച്ചിരിക്കാതെ ദുരന്തമുണ്ടാകുന്നത്. 32-ാം വയസ്സിൽ തൻ്റെ കരിയറിൻ്റെ പീക്ക് ടൈമിൽ ബ്രൂസ്ലി മരണപ്പെട്ടു. 1973 ജൂലൈ 20 അതൊരു സാധാരണ ദിവസമായിരുന്നു. പുതിയ സിനിമകളുടെ ചർച്ചകൾക്കായി ബെറ്റി ടിങ് എന്ന സിനിമാ താരത്തിൻ്റെ ഹോങ്കോങ്ങിലുള്ള വീട്ടിൽ ലീ സന്ദർശനത്തിന് പോയി. ഇവർ ലീയുടെ അന്നത്തെ കാമുകിയായിരുന്നുവെന്നും വാദങ്ങളുണ്ട്. ബ്രൂസ്ലി ചിത്രങ്ങളുടെ നിർമ്മാതാവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായ റെയ്മൺ ചോയും ആ വീട്ടിലെത്തി. 3 പേരും ചേർന്നുള്ള സംസാരത്തിനിടയിൽ ലീക്ക് ഒരു തലവേദന അനുഭവപ്പെട്ടു. അതുകൊണ്ട് ബ്രൂസ്ലി വിശ്രമിക്കാനായി കിടക്കയിൽ കയറി കിടന്നു. വേദന കലശലായപ്പോൾ ബെറ്റി താൻ കഴിക്കാറുള്ള ഒരു വേദന സംഹാരി ലീക്ക് നൽകി. എന്നാൽ ലീയുടെ തലവേദന കുറഞ്ഞില്ല. പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. ബെറ്റിയും റെയ്മൺ ചോയും ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലീ മരിച്ചിരുന്നു. തലച്ചോറിലെ കോശങ്ങളുടെ അമിതമായ വികാസമാണ് അകാല മൃത്യുവിൽ അവസാനിച്ചതെന്നായിരുന്നു ഡോക്ടർമാരുടെ കണ്ടെത്തൽ. ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ മരണവാർത്ത പുറത്തു വന്നത്.
ഇതിനു പിന്നാലെ വിവാദങ്ങളും പുറത്തുവന്നു. ബ്രൂസ്ലിയുടെ മരണം കൊലപാതകമാണെന്നും ഇതിനു പിന്നിൽ റെയ്മണ്ട് ജോ ആണെന്നും കാമുകി ബെറ്റി ടിങ് ആണെന്നും ചൈനയിലെ മാഫിയ ആണെന്നും വാദിക്കുന്നവരുണ്ട്. ഹോങ്കോങ് കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയായിരുന്നു ബ്രൂസ്ലിയുടേത്. ഭാര്യ ലിൻഡയ്ക്ക് ബ്രൂസ്ലി ഏറ്റവും ആഹ്ലാദകരമായി ജീവിച്ച അമേരിക്കയിൽ തന്നെ അടക്കം ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. 1973 ജൂലൈ 21 സിയാറ്റിനിലെ ലേക്ക് വ്യൂ സെമിത്തേരിയിൽ ബ്രൂസ്ലിയുടെ ശരീരം അടക്കം ചെയ്തു. തൻ്റെ അവസാന സിനിമയായ ഗെയിം ഓഫ് ഡെത്തിൻ്റെ 28 മിനിറ്റ് മാത്രമാണ് മരിക്കുന്നതിന് മുൻപ് ലീക്ക് ചിത്രീകരിക്കാനായത്. ആ മരണവാർത്ത പുറത്തു വരുമ്പോൾ എൻ്റർ ദി ഡ്രാഗൺ 6 ദിവസം കഴിഞ്ഞ് ഹോങ്കോങ്ങിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിച്ചിരിക്കെ ബ്രൂസ്ലി എന്ന മനുഷ്യൻ ഒരു ഇതിഹാസമായിരുന്നു. മരണശേഷവും